ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ അഡ്ലെയ്ഡ് ഓവലിൽ പിടിമുറുക്കി ഓസ്ട്രേലിയ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 180 റൺസിന് ഓൾ ഔട്ട് ആവുകയും തിരിച്ച് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇന്നത്തെ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 337 റൺസാണ് നേടിയത്. അതായത് ഏകദേശം 157 റൺസിന്റെ ലീഡ് ഒന്നാം ഇന്നിംഗ്സിൽ നേടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചു എന്നുള്ളതാണ്. വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലീഡാണ് 150 മുകളിൽ ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യ വളരെയധികം പ്രഷറിലായിരുന്നു ബാറ്റ് ചെയ്തത്. 128 റൺസ് നേടുമ്പോഴേക്കും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട 2 ബാറ്റർമാർ ബാറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് അവർ രണ്ടുപേരും ക്രീസിലുണ്ട്. ഒന്ന് ഋഷഭ് പന്തും മറ്റൊന്ന് നിതീഷ് കുമാർ റെഡ്ഡിയുമാണ്. എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിച്ചില്ല എങ്കിൽ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള വിജയ സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് നമ്മൾ ഇന്നൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്കറിയാം ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാണ് ബൗളർമാർക്ക് ഹെൽപ്പ് ലഭിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ഡേ ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു നൈറ്റ് സമയത്താണ് ഇന്ത്യ ബോൾ ചെയ്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 2.5 മണിക്കൂറോളം ഈ ഡേ നൈറ്റ് മത്സരത്തിൽ ആ ഒരു ലൈറ്റിൽ ഒരു ഫ്ലഡ് ലൈറ്റിൽ ബോൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് മുതലാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ പക്ഷേ ഇന്ത്യയുടെ ഇന്നലെ കണ്ട ആ ഒരു മിസ്റ്റേക്ക്, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റമ്പിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ ബൗളർമാരുടെ ലൈൻ കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇന്ന് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചിരുന്നു. വെരി ഫസ്റ്റ് ബോൾ തൊട്ട് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിലാണ് ബോൾ ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് അവരുടെ ബാറ്റർമാരെ കൊണ്ട് കൂടുതലായിട്ട് ബോൾ കളിപ്പിക്കാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു രാവിലെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ സ്കോറിലേക്ക് ആദ്യ ഒരു സെഷനിലെങ്കിലും അവർക്ക് പോകാൻ സാധിക്കാതെ വന്നത്. പക്ഷേ ട്രാവിസ് ഹെഡിന്റെ ഒരു ടോപ്പ് ക്ലാസ് ഇന്നിങ്സ്, അദ്ദേഹം 140 റൺസാണ് നേടിയത്. ചില ചാൻസുകളൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എസ്പെഷ്യലി ഋഷഭ് പന്തിന്റെ ഭാഗത്ത് നിന്ന് പോയ ഒരു സ്ലിപ്പിന്റെയും ഋഷഭ് പന്തിന്റെ ഇടയിലൂടെ ഒരു പോയ ക്യാച്ച് 100% അത് ഋഷഭ് പന്തിന്റെ ക്യാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ അശ്വിന്റെ ബോൾ അടിച്ച് പൊക്കിയ ഒരു ബോൾ ക്യാച്ച് എടുക്കാനായിട്ട് മുഹമ്മദ് സിറാജിന് സാധിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം സിറാജിന്റെ ബോളിംഗിൽ തന്നെ അദ്ദേഹം ഔട്ടാവുകയും 140 റൺസ് നേടി ഓസ്ട്രേലിയക്ക് ഒരു നല്ല ഇന്നിങ്സ് ലീഡ്, അതായത് 157 റൺസിന്റെ ലീഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഡേ നൈറ്റ് ടെസ്റ്റിൽ വളരെ വളരെ ക്രൂഷ്യലാണ്. അത് നേടിക്കൊടുക്കാനായിട്ട് ട്രാവിസ് ഹെഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ ഏത് കാലഘട്ടത്തിലും എല്ലാ ഫോർമാറ്റിലും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല മാച്ചുകളിലും ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചുകളിൽ ട്രാവിസ് ഹെഡിന്റെ ഇന്നിങ്സ് അവർക്ക് ഇന്ത്യക്കെതിരെ ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ മിച്ച് മാർഷിന്റെ ഒരു ഔട്ടും അതിനുശേഷം അതിന് മുമ്പുണ്ടായ ഒരു സംഭവ വികാസവും, അതായത് അദ്ദേഹം സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അശ്വിനെ കളിക്കുന്ന സമയത്ത് ഒരു LBW അപ്പീൽ ചെയ്തിരുന്നു. LBW അപ്പീൽ ചെയ്യുകയും അത് നോട്ട് ഔട്ട് വിധിച്ചപ്പോൾ നമ്മൾ റിവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ. പക്ഷെ അത് തേർഡ് അമ്പയർ പറഞ്ഞത് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട്, ആദ്യം ബാറ്റിലാണോ പാഡിലാണോ കൊണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൃത്യമായ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺ ഫീൽഡ് അമ്പയർമാർ എന്താണോ തീരുമാനിച്ചത് ആ ഡിസിഷന്റെ ഒപ്പം നിൽക്കുന്നു, അതായത് നോട്ട് ഔട്ട് വിധിക്കുന്നു എന്നുള്ളതാണ് തേർഡ് അമ്പയർ ആയിട്ടുള്ള റിച്ചാർഡ് കെറ്റിൽബറോ പറഞ്ഞത് എന്നുള്ളതാണ്. ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു ആദ്യ ടെസ്റ്റിൽ KL രാഹുലിന്റെ സംഭവത്തിലും അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഇന്ത്യ പരമ്പരയിൽ ഋഷഭ് പന്തിന്റെ കാര്യത്തിലും ഉണ്ടായത്. അന്ന് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചാണ്. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ 2 ഇൻസ്റ്റൻസിലും ഒരു പ്രധാനമായിട്ട് ഈ ആദ്യ ടെസ്റ്റിൽ രാഹുലിന്റെ ഔട്ടിൽ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്നുള്ളത് ഇല്ലിംഗ്വർത്ത് അന്ന് തേർഡ് അമ്പയർ ആയിരുന്നു അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്നിട്ടും അദ്ദേഹം അത് ഔട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഈ തേർഡ് അമ്പയർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഫീൽഡ് അമ്പയർമാരുടെ ഡിസിഷൻ എന്താണോ അതിന്റെ ഒപ്പം പോകും എന്നുള്ളതാണ് സാധാരണ എല്ലാ അമ്പയർമാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് 2 ഇൻസ്റ്റൻസ് നമ്മൾ കണ്ടു. ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിൽ പന്തിന്റെ ഔട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ KL രാഹുലിന്റെ ഔട്ടും, അതുപോലെ തേർഡ് അമ്പയർമാർ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും ഔട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അമ്പയറിംഗിൽ ഒരു പാകപ്പിഴ ഇല്ല എന്ന് തോന്നുന്നതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ മിച്ചൽ മാർഷിന്റെ ഒരു ഔട്ട്, അദ്ദേഹം ഔട്ട് അല്ലാത്തൊരു ബോൾ ഔട്ട് ആവുകയും ചെയ്തു. അതൊരു കോട്ട് ബിഹൈൻഡ് അപ്പീലായിരുന്നു. രവിചന്ദ്രൻ അശ്വിൻ ഒരു കോൺഫിഡന്റ് ആയിട്ടല്ലാതെ അപ്പീൽ ചെയ്തു. പക്ഷേ ഋഷഭ് പന്ത് നല്ല കോൺഫിഡന്റ് ആയിട്ട് അപ്പീൽ ചെയ്തു. അമ്പയർ ഔട്ട് കൊടുക്കുകയും മിച്ചൽ മാർഷ് നടന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റീപ്ലേ പരിശോധിച്ചപ്പോൾ അത് ബാറ്റിൽ തട്ടിയിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ മിച്ച് മാർഷ് നടന്നു പോയത് എന്നുള്ളൊരു സംശയം ഈ കളി കാണുന്നവർക്ക് എപ്പോഴും തോന്നാവുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഔട്ടല്ല എന്ന് ബാറ്റിൽ കൊണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ബാറ്റർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ബാറ്റിൽ ബോൾ സ്നിക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനു നടന്നു പോയി എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ
ഒരു ബോൾ നമ്മുടെ ബാറ്റിൽ കൊണ്ട് എഡ്ജ് എടുക്കുന്ന സമയത്ത് അതേ ഒരു മൊമെന്റിൽ തന്നെ നമ്മുടെ ബാറ്റ് പാഡിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ, വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ഈ കെ എൽ രാഹുലിന്റെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിൽ അങ്ങനെ ഉണ്ടായി. അതുപോലെ തന്നെ ഋഷഭ് പന്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്നിപ്പോൾ ഈ മിച്ച് മാർഷിന്റെ ഔട്ട് നിങ്ങൾ നോക്കിയാൽ അപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഈ ബാറ്റിന്റെ അടുത്തുകൂടെ ബോൾ പാസ് ചെയ്യുമ്പോൾ സെയിം ടൈമിൽ തന്നെ ബാറ്റ് കാലിൽ കൊള്ളുന്നുണ്ട്, അതായത് പാഡിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ പാഡിൽ കൊള്ളുമ്പോൾ ബാറ്ററെ സംബന്ധിച്ചിടത്തോളം ബോൾ ബാറ്റിൽ കൊണ്ടോ എന്നുള്ളതിനെ പറ്റി വലിയ സംശയം ഉണ്ടായിരിക്കും, ഒരു ഡൗട്ടായിരിക്കും അത്. അപ്പോൾ ഈ അപ്പീലിന്റെ ഒരു കോൺഫിഡൻസിൽ മിച്ച് മാർഷ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാം അദ്ദേഹം ഈ ഓഫ് സൈഡിലേക്ക് 2 സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഇല്ലിംഗ്വർത്ത് ഔട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് പിന്നെ ഒരു അമ്പയർ ഔട്ട് കൊടുക്കുകയും ചെയ്തു. തനിക്ക് വേറെ സംശയമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ബാറ്റിൽ കൊണ്ട സമയത്ത് പാഡിൽ ബാറ്റ് തട്ടുന്ന സമയത്ത് തന്നെ എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല ബാറ്ററെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം വോക്ക് ചെയ്തത്, നടന്നു പോയതെന്നാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് അതൊരു വലിയ വിവാദമായിരിക്കുകയാണ് ആദ്യം ഔട്ട് കൊടുക്കാതിരുന്നതും. അത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഈ കെ എൽ രാഹുലിന്റെ ഒരു ഔട്ടിനെ പറ്റിയുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നതാണല്ലോ. ഏതായാലും അതൊന്നും മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഓസ്ട്രേലിയ, പറയാതിരിക്കാനാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോളേഴ്സിന് ഒരു ഹെൽപ്പും ഈ പിച്ചിൽ ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിങ്ക് ബോളിന്റെ ഒരു പ്രത്യേകത അതാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ് ഓൺ ആവുന്നത് വരെ ബാറ്റർമാർക്ക് എങ്ങനെ വേണമെങ്കിൽ ബാറ്റ് ചെയ്യാം. അത് ശരിക്കും മുതലാക്കാനായിട്ട് ട്രാവിസ് ഹെഡിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ബൗളിംഗ് ലെങ്ത് ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് നല്ല ഒരു ലെങ്ത്തിൽ എറിയാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു എന്ന് പറയാതിരിക്കാനാവില്ല. എസ്പെഷ്യലി 2 ബൗളർമാരും, ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും, രണ്ടുപേരും എക്സലന്റ് ആയിട്ടുള്ള ഒരു ലൈൻ ലെങ്ത്തിലാണ് ബോൾ ചെയ്തത്. പക്ഷേ ആ കണ്ടീഷൻ ബാറ്റർമാർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ അത് മുതലാക്കാനായിട്ട് ട്രാവിസ് ഹെഡിന് സാധിച്ചു. പക്ഷേ കൂടെ വന്ന ബാറ്റർമാർക്കൊന്നും ലാബുഷേനെ ഒഴിച്ച് മറ്റാർക്കും തന്നെ വലിയ സ്കോറുകളിലേക്കൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ ഈ 337 എന്ന് പറയുന്ന ഒരു സ്കോറിലെങ്കിലും ഒതുങ്ങിപ്പോയത്. ജസ്പ്രീത് ബുംറയുടെയും സിറാജിന്റെയും ടോപ്പ് ക്ലാസ് ബൗളിംഗ് ആയിരുന്നു. 2 പേരും 4 വിക്കറ്റ് വീതം വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം 80 ഓവറുകൾക്ക് ശേഷമാണ് ഇന്ത്യ ന്യൂ ബോൾ എടുത്തത്. 80 ഓവറുകൾക്ക് ശേഷം നമ്മൾ ന്യൂ ബോൾ എടുക്കുമ്പോൾ ന്യൂ ബോളിന്റെ ഒരു സ്വിംഗ് കിട്ടും. എല്ലാ മത്സരത്തിലും അങ്ങനെയാണ്. 80 ഓവേഴ്സ് കഴിയുമ്പോഴാണ് ന്യൂ ബോൾ എടുക്കുന്നത്. അപ്പോൾ 80 ഓവേഴ്സ് കഴിയുമ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ന്യൂ ബോൾ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ന്യൂ ബോൾ എടുത്തു. അപ്പോൾ വീണ്ടും ബോൾ സ്വിംഗ് ചെയ്യാനായിട്ട് ആ സമയത്താണ് ലാസ്റ്റ് കുറേ വിക്കറ്റുകളൊക്കെ വീഴുന്നത് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടീ ബ്രേക്ക്, അതായത് ലാസ്റ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ്, ഡയാന ടെസ്റ്റിലാണെങ്കിൽ അതിന് ഡിന്നർ സെഷൻ എന്നാണ് പറയുക, അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് വീണ്ടും ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ മോസ്റ്റ് ഡിഫിക്കൽട്ട് കണ്ടീഷനിലാണ് ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വന്നത്. ഇന്നലെ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ വന്ന അതേ കണ്ടീഷനിൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവരുടെ ബോളിങ്ങിന്റെ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കറക്റ്റായിട്ട് ഓരോ ബോളുകളും അവർ ബാറ്റർമാരെ കളിപ്പിച്ച് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എല്ലാ ബോളുകളും, ഒറ്റ ബോളുകൾ പോലും ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് എറിഞ്ഞ് ലീവ് ചെയ്യിപ്പിക്കാനായിട്ട് കെ എൽ രാഹുലിനെ പോലെ ഒരു പ്ലെയറിനെ പോലും അവർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. കറക്റ്റായിട്ട് എല്ലാ ബോളുകളും. അതിൽ എനിക്ക് ഏറ്റവും എക്സലന്റ് ആയിട്ട് ഒരു ബോളിംഗ് പ്രകടനം എന്ന് തോന്നിയത് മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും ഒക്കെ നന്നായിട്ട് ബോൾ ചെയ്തെങ്കിലും അതിൽ എക്സലന്റ് ബോളർ എന്ന് പറയാവുന്നത് സ്കോട്ട് ബോളണ്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സ്കോട്ട് ബോളണ്ടിന്റെ ഒരു ലൈൻ ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആണ്. അദ്ദേഹം ഒരു ലൈൻ പിടിച്ച് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ നിന്ന് ഒരടി, 1 ഇഞ്ച് അങ്ങോട്ടും കൂടെ അദ്ദേഹം മാറ്റില്ല. ഫസ്റ്റ് ബോളിൽ തന്നെ യശസ്വി ജയ്സ്വാൾ ഔട്ടായ ബോൾ കളിക്കാതിരിക്കാൻ പറ്റില്ല, ബോൾ കളിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു. ഈവൻ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എല്ലാം തന്നെ അദ്ദേഹം എടുത്തത്, എല്ലാം തന്നെ കറക്റ്റായിട്ട് ബാറ്ററിനെ കളിപ്പിക്കുന്ന സ്റ്റംപ് ടു സ്റ്റംപ് ബോളിംഗ് എന്നാണ് നമ്മളത് ക്രിക്കറ്റിൽ പറയുക. സ്റ്റംപിൽ തന്നെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക, കളിക്കാതിരിക്കാൻ യാതൊരു വകുപ്പുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിങ്ക് ബോൾ ആയതുകൊണ്ടും ന്യൂ ബോൾ ആയതുകൊണ്ടും പിന്നെ ലൈറ്റിൽ ബോൾ ചെയ്യുന്നതുകൊണ്ടും എല്ലാം കൊണ്ടും ഈ ബോൾ നന്നായിട്ട് സ്വിങ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. അപ്പോൾ എത്ര ബോളുകളാണ് ബീറ്റൺ ആയിക്കൊണ്ടിരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ബാറ്റർമാരെ ഔട്ട് ആവാം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് സ്കോട്ട് ബോളിന്റെ ബോൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബോളിങ്ങിന്റെ ലൈൻ ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ടോപ്പ് ക്ലാസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു ലൈറ്റിൽ ബോൾ ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ്, അതായത് ട്വൈലൈറ്റ് എന്ന് പറയും, ആ സ്റ്റേഡിയത്തിലെ ലൈറ്റുകൾ ഓപ്പൺ ആവുന്ന സമയം, ഓണായിക്കൊണ്ടിരിക്കുന്ന സമയത്തിനാണ് ഈ ട്വൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു സമയം മുതലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇന്നലെ നമുക്ക് ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മളും ബോൾ ചെയ്തത്. ആ സമയം പക്ഷെ നമുക്ക് മുതലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ടെസ്റ്റിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് ഞാൻ പറയും. ഇന്നലെ വൈകുന്നേരം ഇന്ത്യ ബോൾ ചെയ്തപ്പോൾ ഇന്ത്യക്ക് ഇതുപോലെ ബാറ്റർമാരെ കളിപ്പിച്ച് സ്റ്റംപിൽ ബോൾ ചെയ്ത് സ്റ്റംപ് ടു സ്റ്റംപ് ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ ഇതുപോലെ ഒരു 128ന് 5 എന്ന പൊസിഷനിൽ ഓസ്ട്രേലിയ ആയിരുന്നുവെങ്കിൽ ടെസ്റ്റ് കുറച്ചും കൂടെ രസകരമായേനെ എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള ഒരു ബോളിംഗ് പ്രകടനം ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. പക്ഷെ ഇന്ന് രാവിലെ
അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. പക്ഷേ അപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പന്തിൻ്റെ ബാറ്റിംഗ് നമ്മൾ കണ്ടതാണ്, അദ്ദേഹം അടിച്ചു കളിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി ഒരേ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉള്ളത് എന്ന് പറയുന്നത് നാളെ ഒരു അരമണിക്കൂർ മാത്രമായിരിക്കും ബോൾ സ്വിങ് ചെയ്യുക. കാരണം ഇത്ര ഓവറുകൾ എറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പുതിയ ന്യൂ ബോൾ എടുക്കുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്. ആ ഒരു സമയം വരെ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആണ്. അത് ന്യൂ ബോൾ എടുക്കുക, അല്ലെങ്കിൽ വീണ്ടും ഈ ട്വൈലൈറ്റ് വൈകുന്നേരത്തെ ഒരു മൂന്നാമത്തെ സെഷൻ, അതായത് ഡിന്നർ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സെഷൻ, ആ ഒരു സമയം വരെ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ബാറ്റ് ചെയ്യാനുള്ളത് നമുക്ക് നിതീഷ് കുമാർ റെഡ്ഡിയും ഋഷഭ് പന്തും പിന്നെ ബാക്കിൽ ഇപ്പോൾ രവിചന്ദ്രൻ അശ്വിനുമാണ് ഉള്ളത് നമുക്കറിയാം. പിന്നെ നമുക്ക് 3 ഫാസ്റ്റ് ബോളേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ട് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി കുറച്ച് റണ്ണുകൾ മാത്രമേ ഓസ്ട്രേലിയക്ക് ലീഡുള്ളൂ. പക്ഷേ എത്രത്തോളം ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കും? ഒരു 200 റൺസിൻ്റെയെങ്കിലും ലീഡ് ഫോർത്ത് ഇന്നിങ്സിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ വെക്കാനായിട്ട് ഇന്ത്യക്ക് പറ്റിയില്ലെങ്കിൽ ഇന്ത്യ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു അരമണിക്കൂറിൽ ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡിയും എങ്ങനെ ബാറ്റ് ചെയ്യുന്നു, പിന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? രാവിലത്തെ ഒരു സെഷനിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് സാധിക്കില്ല ഇന്നത്തെ പോലെ. കാരണം ലൈറ്റിലല്ല ബോൾ ചെയ്യുന്നത്, ഡേ ലൈറ്റിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഋഷഭ് പന്തിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഭാഗത്തു നിന്നോ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് ഇന്നിങ്സ്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ ഇന്ത്യൻ ആരാധകർ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സംഭവിക്കട്ടെ, ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.